നമസ്കാരം. ഷിപ്പിൽ ഉപയോഗിക്കുന്ന ലൈഫ് സേവിംഗ് എക്യുപ്മെൻ്റ് ആയിട്ടുള്ള ലൈഫ് റാഫ്റ്റിനെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടി. അതിന് നല്ലൊരു നന്ദിയുണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം പേര് കണ്ടു. അപ്പോൾ അതിനകത്തൊന്നൊരു കമൻ്റ് ആയിരുന്നു ഇത്. ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഗാർഡാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പിന്നെ കടലിൻ്റെ അവസ്ഥകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അതിനറിയാവുന്നവർ കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു ബ്രോ ചോദിച്ചത് മദർഷിപ്പിനെ കുറിച്ചിട്ടാണ്. മദർഷിപ്പിൽ 14,000 കണ്ടെയ്നർ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ശരിയാണ്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് 2,000-ന് മുകളിലേക്ക് കണ്ടെയ്നർ കൊണ്ടുപോകാൻ പറ്റുന്ന ഷിപ്പുകളാണ് മദർഷിപ്പിൽ നിന്നാണ്. ശരിക്കും മദർഷിപ്പുകൾ 2,000 തുടങ്ങി 24,000 വരെ കൊണ്ടുപോകാൻ പറ്റുന്ന മദർഷിപ്പുകളുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് MSC എൽസ ഒരു ഫീഡർഷിപ്പും പിന്നെ അതേപോലെ തന്നെ മദർഷിപ്പിനെയും കുറിച്ചിട്ടാണ്. അപ്പോൾ രണ്ടും നമ്മളെ കമ്പാരിസൺ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് 2,000-ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഷിപ്പുകളാണ് മദർഷിപ്പ് എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് MSCയുടെ തന്നെ ഐറീന എന്ന് പറയുന്നത് ഈ ഒരു ഷിപ്പാണ്. ഈ ഒരു ഷിപ്പിൽ ഏകദേശം 24,000 TEU, അതായത് 24,346 കണ്ടെയ്നർ കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നിലവിൽ ഉള്ളത് സിംഗപ്പൂരാണ്. ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ കാണുന്നതാണ് MSC ഐറീന. അതിനകത്ത് ആ റൗണ്ട് കളർ ബ്ലൂവിൽ കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും കുറച്ച് അഭിമാനിക്കാം. അത് വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോർട്ടിലേക്കാണ് MSC ഐറീനയുടെ അടുത്ത യാത്ര. ഏകദേശം ജൂൺ 1 കൂടിയിട്ട് MSC ഐറീന നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യും. 2023 നിർമ്മിച്ച 400 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള MSCയുടെ ഈ ഒരു കപ്പൽ ഭീമനെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ജൂൺ 1 കൂടിയിട്ട് നേരെ വിഴിഞ്ഞത്തേക്ക് വിട്ടാൽ മതി. അവസാനമായിട്ട് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു നിർത്താണ്. ഒരാൾ പറഞ്ഞു തരുന്ന ഒരു കുഞ്ഞറിവ് പോലും ഒരിക്കലും ചെറുതല്ല. അപ്പോൾ അടുത്തൊരു കിടലൻ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.